ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓസി മല്ലു ട്രാവലിൻ്റെ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതാണ്. അപ്പം നമ്മൾ വേറൊരു ഡിസ്പ്ലേ ഹോമിൽ വന്നിരിക്കുന്നത് മെട്രിക്കോൺ ബിൽഡേഴ്സിൻ്റെയാണ്. അപ്പോൾ ഇത് നല്ല ഫേമസ് ആണ്. അവരുടെ വീട് നല്ല ഭംഗിയാണ്. അവരുടെ വീട് ചെയ്ത് ഇൻറ്റീരിയറും എല്ലാം നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഡബിൾ സ്റ്റോറി ഹൗസ് ആണ് കണ്ടത്. അപ്പോൾ ശരിക്കും നമുക്ക് പുറത്ത് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു വീട് പോലെ മൊത്തം ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ കയറാന്ന്. അപ്പോൾ ഇതാണ് ആ വീട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു നാട്ടിലത്തെ ഒരു ഫീൽ ഉണ്ട്. ആ മേലത്തെ റൂഫൊക്കെ കാണുമ്പോഴേ അല്ലേ, ഈ തറവാടുകളിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ അകത്തേക്ക് കിടക്കുന്ന ആ ഒരു വഴിയൊക്കെ ഭയങ്കര വൈഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്പേഷ്യസ് ആയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടും ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു അല്ലേ ഒരു വിശാലമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കയറുന്ന ഒരു ഫീൽ ഉണ്ട്. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലിവിംഗ് ആണ്. അവിടെ കാർപ്പറ്റ് ഉണ്ട്. ഇവിടെ താഴെ ലിവിങ്ങിന്റെ ഏരിയ മാത്രം പാസേജ് ടൈൽസ് ആണ്. റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസ് കം സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഓഫീസ് സ്പേസ് കഴിഞ്ഞിട്ടാണ് ഒരു പൗഡർ റൂം ഉണ്ട്. ഇതാണോ, ഇവിടെ ഒരു ടോയ്ലറ്റും ഒരു വാഷ് ബേസിനും ലോണ്ടറി ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ലോണ്ടറി. ഇത് ഈ വാഷിംഗ് മെഷീനും ഡ്രയറിനുള്ള സ്പേസ് ആണ് ഇവർ വിട്ടിരിക്കുന്നത്. ഇവിടെ ഇവിടുന്ന് പുറത്ത് കറങ്ങാൻ പറ്റും, പക്ഷെ ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്ലാസിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് മേപ്പോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ്. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോറിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റെയർസ് കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആ ലിവിങ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലിനന്റെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ മിക്ക ഡബിൾ സ്റ്റോറി റൂം മീൻസ് വീടുകളിലും താഴെ റൂം കാണില്ല, പക്ഷെ ഇപ്പം ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കട്ടെ എവിടെ ഉണ്ടോന്ന്. കണ്ടില്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ല. ഈ വീട് ഇല്ലാത്തതാ തോന്നുന്നു കേട്ടോ. ഓ, വിശാലമായ കിച്ചൺ ആണല്ലോ. വിശാലമായ ഷോറൂം. എനിക്ക് ഇങ്ങനത്തെ കിച്ചൺ മതിട്ടാ. ഇവിടെ ഐലൻഡ് ബെഞ്ചും അതിലൊരു സിങ്ക് ഉണ്ട്, ഡബിൾ സിങ്ക്. പിന്നെ പാൻട്രി. ഓ, സൂപ്പറാണല്ലോ പാൻട്രി. വെരി നൈസ്. ആ മേലത്തെ കബോർഡ് തുറന്നു. അടിപൊളി, നല്ല സ്റ്റോറേജ് ആണ് അത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വൈഡാണ്. പിന്നെ ഇവിടെയും നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ റാക്കുകളുണ്ട്. നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയൊക്കെ സ്പൂൺസ് വെക്കാനും അങ്ങനെ എല്ലാം നല്ല ഭംഗിയില്ലേ. എന്ത് വൈഡ് എന്ത് സ്പേഷ്യസാ, എന്ത് ബ്രൈറ്റാ നോക്ക് ഇവിടെ. ഇത് ബ്രൈറ്റ് മീൻസ് ഇത് പുറത്തോട്ടായതുകൊണ്ട് പുറത്ത് കാണാൻ നല്ല ഇത് വേണം. നമ്മുടെ ഇത് കേട്ടപ്പോഴും അങ്ങനെയായിരുന്നു, പക്ഷെ കണ്ടില്ലേ ഗ്ലാസിന്റെ ഒപ്പം ഇതാണെങ്കിൽ ഇതാണ് ഈ ഒരു സ്പേസ് ഒക്കെ നല്ല ഉണ്ടാവും. ഇത് വേണം, ഈ ഒരു സ്പേസ് കണ്ടോ. അപ്പൊ എത്ര പേർക്ക് വേണമെങ്കിൽ നിന്ന് കുക്ക് ചെയ്യാം. ഒരു നല്ല സ്പേസ് ഉണ്ട്. ഇതെല്ലാം ഓപ്പൺ ആയോണ്ടേ പൂളുണ്ട്. പിന്നെ ഇതാണ്ടോ ഇവിടെ മൈക്രോവേവ് വെച്ചിട്ടുണ്ട് ഇവരിവിടെ. പിന്നെ അവൻ ഇവിടെയാണ്. പിന്നെ ഡിഷ് വാഷർ ഇവിടെ എവിടെയെങ്കിലും മുഴുകിയിരിക്കുന്നുണ്ടോ? ഓ വാ, ഇതാണ് ഡിഷ് വാഷർ ഇവിടുത്തെ. ഫിഷർ ആൻഡ് പേക്കറിന്റെ ഇങ്ങനത്തെ ഡിഷ് വാഷർ അല്ലേ? ഓ കൊള്ളാലോ. ഇത് ഡബിൾ ആയിട്ടുള്ളതാണ് ഡിഷ് വാഷർ. പിന്നെ റൈറ്റ് സൈഡിലുള്ള ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജിന്റെ മേലെ വൈൻ റാക്കാണ്. അല്ല, ഒരു കബോർഡ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ കിച്ചൻ്റെ അടുത്ത് തന്നെ ഇത് വന്ന് എനിക്ക് 20 mm സ്റ്റോണാണിത്. 40 mm 40 ആണ്. 40 mm സ്റ്റോണും പിന്നെ ഇങ്ങനെ ഒരു വാട്ടർഫോൾ എന്ന് പറയുന്നത് ഒരു മോഡലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ തന്നെ ഡൈനിങ് സ്പേസും പിന്നെ ഒരു ലിവിങ്. ഇത് രണ്ടാമത്തെ ലിവിങ്ങും. ഇതാണ് റംബസ്. ഓ, ഇവിടെ നല്ല
അടിപൊളി. ഇത് കാണുമ്പോൾ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് മതി തന്നെ തോന്നുന്നു. സൈഡിലെ വ്യൂ, പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ കിഡ്സിനുള്ള പൂളും അഡൾട്ട്സിനുള്ള പൂളും സെപ്പറേറ്റ് ചെയ്തിരിക്കുക. കുറച്ചും കൂടെ കുഞ്ഞു പിള്ളേർക്ക് ഇത് എനിക്ക് യൂസ് ചെയ്യാം. ഡിസ്പ്ലേ ഹോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഏത് ഡിസ്പ്ലേ ഹോമിൽ പോലും നമുക്ക് ഇഷ്ടപ്പെടും. അതൊക്കെ കാണാം. അല്ല, ഇതൊക്കെ പ്രസ്റ്റീജ് ആണ്, നമ്മളിത് ചെയ്യിപ്പിക്കണം. അതല്ല, അപ്ഗ്രേഡ്സ് ആണ് അതൊക്കെ കാണാം. നിങ്ങൾ കാണുന്ന എല്ലാ സാധനങ്ങളും അപ്ഗ്രേഡ്സ് ആയിരിക്കും ഡിസ്പ്ലേ ഹോമിൽ. നമുക്ക് ഇതുപോലെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു എമൗണ്ട് ആവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഒരു രീതിയാണ്. അതായത് നേരെ നമ്മുടെ ഇവിടുന്ന് നമുക്കൊരു ഓപ്പൺ സ്പേസ്, അൽഫസ്കോ എന്നൊരു ഓപ്പൺ സ്പേസ് ആണ്. ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഒരു ബീച്ചിന്റെ സൈഡിൽ റിലാക്സ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. മേലൊക്കെ തന്നെ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭംഗി ഈ അൽഫസ്കോന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാനും ഉണ്ട്. ഇനി സ്റ്റെപ്സ് കയറി ബെഡ്റൂംസ് കാണാം. ഇപ്പം നമ്മൾ കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഹാളും ഡൈനിങ്ങും അതുപോലെ കിച്ചണാണ് കണ്ടത്. പിന്നെ നമ്മൾ സ്റ്റെയർ കേസിലൂടെ മേപ്പോട്ട് കയറുമ്പോൾ ഇവിടെ കൂടുതലും സ്റ്റെയർ ഒക്കെ നമ്മൾ കണ്ടേക്കുന്നത് വുഡ് കൊണ്ടുള്ള സ്റ്റെയർ ആണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. സൈഡിൽ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മേലെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭംഗിയായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന റൂം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കിഡ്സിൻ്റെ സ്റ്റഡി റൂമാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല കളറുള്ള ടേബിളൊക്കെ ആണത്. പിന്നെ ഇവിടെ ഒരു വിൻഡോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കും കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിലും അവിടെ പാരൻസൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കുറച്ചും കൂടെ ഭാഗം ഇങ്ങോട്ടും കിടക്കുന്നുണ്ട് ഈ ലോഞ്ച് റൂമിന്റെ അവിടേക്ക്. പിന്നെ കുറച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലോഞ്ച് റൂമാണ്. മേലെ വന്നിരിക്കുന്നത് റിലാക്സ് ചെയ്യാനൊക്കെ രാത്രിയൊക്കെ. ഇവിടെ അടുത്തൊരു പെയിന്റിങ്ങും കുറച്ച് ഇന്റീരിയർ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു നിഷുണ്ട്. ഇവിടെ നിഷിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഫ്ലവർ വേസും കാണാം. പിന്നെ വാളിൽ നിറയെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊരു റൂമാണ്. വാൾപേപ്പർ നന്നായിട്ടാണ് അവന്റെ നമ്മൾ കണ്ട ഒരു എല്ലാ റൂം ഡിസ്പ്ലേ ഹോമിലും വാൾപേപ്പർ അവർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എൻട്രൻസ് ഇല്ല കേട്ടോ, ഇത് ജസ്റ്റ് ജനൽ മാത്രമേ ഉള്ളൂ. എൻട്രൻസ് ഇല്ല ബാൽക്കണിയിലോട്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ലോഞ്ച് റൂമിന് മാത്രമാണ് നമുക്ക് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു വാക്കിംഗ് വാർഡ്രോബ് ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ വേറൊരു ബെഡ്റൂം ഉണ്ട് ഇവിടെ. ഈ ബെഡ്റൂമിനോട് ചേർന്നാണ് ഇവര് ഈ ബെഡ്റൂമിലും എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി വ്യൂ ആണ് ഈ ബെഡ്റൂം കേട്ടോ. നിങ്ങൾക്ക് കാണാം നല്ല നമ്മുടെ എന്താ പറയാ താഴത്തെ പൂളിലേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. എല്ലാ ബെഡ്റൂമും ഒരു വാക്കിംഗ് വാർഡ്രോബാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ അതിന്റെ അടുത്താണ് ടോയ്ലറ്റ്. ഈ കോമൺ ടോയ്ലറ്റ് ഈ ഒരു ബെഡ്റൂമിന്റെ ആ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പൗഡർ റൂമാണ്. നല്ല ഭംഗിയായിട്ട് കാണാൻ. പിന്നെ അതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഷവർ റൂമും പിന്നെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. വാഷ് ടബ് ഉണ്ട്. പിന്നെ നമുക്ക് വാഷ് ബേസിനും പിന്നെ ഷവർ റൂമും ഉണ്ട്. പിന്നെ ഇതൊരു വേറൊരു ബെഡ്റൂം. എത്ര ബെഡ്റൂം ഉണ്ട്? 1 2 3. ഈ ബെഡ്റൂമിൽ ബിൽഡ് ഇൻ വാർഡ്രോബാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇത് കണ്ടോ, ഇത്രയും സ്പേസ് വാക്ക് ഇൻ. നമ്മുടെ നാട്ടിലൊക്കെ അലമാരയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ കൂടുതലും
ഇങ്ങനെയുള്ള ഓപ്പൺ ടൈപ്പിലുള്ള വാക്കിംഗ് വാർഡ്രോബ് ആണ്. ആക്ച്വലി ഇത് ഇവിടെ അധികം നമ്മൾ ഈ ഇങ്ങനെ ഹാങ്ങറിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള പതിവ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റാക്ക് ചെയ്ത് തരും. വാവ്, അടിപൊളി അടിപൊളി. ഒരു ഇതേപോലെയാണ് നമ്മുടെ ബെഡ്റൂം അല്ലേ, പക്ഷെ നമ്മൾ മാറ്റി ഇതിന് ഭംഗിയുണ്ടല്ലേ. പക്ഷെ ഇങ്ങനെയല്ല, അത് കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണതായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ ടോയ്ലറ്റ് സെപ്പറേറ്റ്, ഓപ്പോസിറ്റ് സൈഡില് ഷവർ. പിന്നെ ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഇവിടുത്തെ വ്യൂ ആണ് ഈ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള. ഒന്നിനത്തെ ബെഡ്റൂംസ് പൂളിലോട്ടാണ് വ്യൂ വരുന്നത്. ആണോ? നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീട് പണിയാൻ കേട്ടോ കേട്ടോ. ആമി പറയുന്നത് ആമിക്ക് ഇതുപോലൊരു വീട് വേണം. പൂള് കണ്ടോണ്ടാണ്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണല്ലോ പൂള്. ഇവിടെ ഒരു ലിനൻ കബോർഡ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. മേലത്തെ ഫ്ലോർ മൊത്തം കാർപ്പറ്റാണ്. മരങ്ങളുള്ളതുകൊണ്ട് അധികം വെയിലും അടിക്കുന്നില്ല അല്ലേ? ഇനി ഇവര് ഈ വീട് വിൽക്കും. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.